ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒലാമ എങ്ങനെ നമുക്ക് ലോക്കലി റൺ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒലാമ നമ്മൾ ലോക്കലി റൺ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ടെലഗ്രാം ബൂട്ടുമായിട്ട് കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ലോക്കൽ സെർവറിൽ നമ്മൾ ഒലാമ റൺ ചെയ്യുന്നു. അടുത്തത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ടെലഗ്രാം ബൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ നോർമൽ ടൂൾ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക തേർഡ് പാർട്ടിയുടെ ഇതാണ്. ഇപ്പം നമ്മൾ ഓണായിട്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള റീസൺസ് നമുക്ക് ഓണായിട്ട് തന്നെ നമുക്കിത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു പൈത്തോൺ സ്ക്രിപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് ടെലഗ്രാം ബോട്ടുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇത് ഒലാമ എങ്ങനെ ലോക്കലി റൺ ചെയ്യാം എന്നുള്ളത് പഠിച്ച് നമ്മൾ അതിനെക്കുറിച്ചൊരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതിലോട്ട് വന്നാൽ മാത്രമേ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ തന്നെ ഒരു ജിറ്റപ്പ് പേജ് ഉണ്ട്, ആഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും നമ്മുടെ ഇതുപോലെ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന കോഡുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കോഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്യുന്നതും അല്ലാതെ വീഡിയോ ചെയ്യാതായിട്ടുള്ള കോഡുകളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഈ ജിറ്റപ്പ് റെസ്പോസിറ്ററിയിൽ. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ഒലാമ എയുടെ ഒരു ഒലാമ ടെലഗ്രാം ബൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സിസ്റ്റം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കലി നമ്മൾ ഒലാമ നമുക്ക് റൺ ചെയ്തിരിക്കണം. അതിൽ സിസ്റ്റം 32 നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ക്രിപ്റ്റ് പവർ ഷെല്ലിൽ റൺ ചെയ്യണം. അപ്പം ഇത്രയാണ് നമ്മളതിൻ്റെ റിക്വയർമെൻറ്റ്. അതിന് കൂടാതെ ഇതിനകത്ത് കോൺഫിഗറേഷൻ ഉണ്ട്. കോൺഫിഗറേഷൻ മാനുവലി തന്നെ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ കോഡ് എഡിറ്റ് ചെയ്യേണ്ടി തന്നെ വരും. ഇതിനകത്ത് ഇപ്പം എന്താ പറയുക, നമ്മൾ ഒലാമയുടെ ലോക്കൽ API അത് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ലോക്കൽ അഡ്രസ്സ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ലോക്കൽ APIയുടെ പാരാമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ URL. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെലഗ്രാം ടോക്കൺ അത് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിട്ട് ഞാനത് എങ്ങനെ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടോക്കൺ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ ടോക്കൺ ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. കാരണം ഈ ടോക്കൺ നമ്മൾ ടെലഗ്രാമിൽ ബോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് നമുക്ക് വരുന്ന ഒരു കീ ആണ്. ഈ ടോക്കൺ വെച്ചിട്ടാണ് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ടിനെ അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ടോക്കൺ വേറെ തേർഡ് പാർട്ടിക്ക് കൊടുക്കരുത്. ഇത് നമുക്ക് ആക്സസിന് വേണ്ടിയിട്ടുള്ള ആക്സസ് ടോക്കൺ ആണ്. അതുപോലെ തന്നെ മോഡൽ, നമ്മൾ ഏത് മോഡലാണോ റൺ ചെയ്യുന്നത് ആ മോഡൽ ഇവിടെ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ആ മോഡൽ മാത്രമേ റൺ ചെയ്യാവൂ. വേറെ മോഡൽ റൺ ചെയ്തിട്ട് ടെലഗ്രാമിൽ ഇത് വന്നില്ല എന്ന് പറയരുത്. കാരണം ഈ കോഡിൽ മാനുവലായിട്ട് ഏതൊക്കെ ടോക്കൺ മോഡൽ റൺ ചെയ്യുന്ന മോഡൽ ഇത് മാനുവലായിട്ട് കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ മാത്രമേ റിക്വസ്റ്റ് അതിലോട്ട് പോകത്തുള്ളൂ. കാരണം ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെലഗ്രാമിൽ നിന്ന് നമ്മളിപ്പം ഓൾറെഡി നമ്മളിപ്പോൾ ഇതിനകത്തൊരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്തു നെറ്റ് വഴി. നമുക്ക് നമ്മുടെ ഇതിൽ ഈ ടെലഗ്രാം ഈ എൻ്റെ ഇതിലോട്ട് ഇത് എന്ത് ചെയ്യും, ഈ ബോട്ട് അവിടെ ഈ ടോക്കണിലോട്ട് എന്ത് ചെയ്യും, ഒരു ആക്സസ് അയക്കും. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് റൺ ആണെങ്കിൽ മാത്രം ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ഒലാമയുടെ URL-ലോട്ട് റിക്വസ്റ്റ് പോകും. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യും. അപ്പം അന്നേരം ഇവിടെ ഈ മോഡൽ ഇത് ചെക്ക് ചെയ്യും. ഈ മോഡൽ ചെക്ക് ചെയ്യുമ്പം ഈ കറക്റ്റ് മോഡലല്ല റൺ ചെയ്യുന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഫെയിൽ ആവും. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ മോഡൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റൺ ചെയ്യാനായിട്ടുള്ള നിർബന്ധമുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് മോഡലിനകത്ത് അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്ത എന്തെങ്കിലും മിസ്കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഇത് കണക്റ്റ് ആവില്ല. കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഒലാമ ഡിഡ് നോട്ട്
റിട്ടേൺ എ റെസ്പോൺസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിലൊരു മെസ്സേജ് വരും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തോ കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് ബോട്ടും ഈ നമ്മുടെ പൈത്തോൺ സ്ക്രിപ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പൈത്തോൺ സ്ക്രിപ്റ്റും നമ്മുടെ ഒലാമയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ മിസ്കോൺഫിഗറേഷൻ ആവാം. അത് ഈ പറയുന്ന കണക്ക് എന്താ ഒന്ന് API നിങ്ങൾ അതിൻ്റെ API URL കൊടുത്തേക്കുന്നത് തെറ്റായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കും, അങ്ങനെയാണ് വരത്തുള്ളൂ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം വരാം. പിന്നെ രണ്ടാമത്തെ കേസ് ടെലഗ്രാം ടോക്കൺ ഭയങ്കര സെൻസിറ്റീവാണ്. അത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതിനകത്ത് സ്പേസോ അഡീഷണൽ എന്തെങ്കിലും ലെറ്റർ ഒക്കെ ആഡ് ആയി കഴിഞ്ഞാൽ ടോക്കൺ ആക്സസ് ആവില്ല. അത് ടെലഗ്രാം ബോട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പിന്നെ ഈ ഒരു മോഡൽ നെയിം മസ്റ്റായിട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കേസ് സെൻസിറ്റീവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മോഡൽ റൺ ചെയ്യില്ല. റൺ ചെയ്യുന്ന വെച്ചാൽ മോഡൽ റൺ ചെയ്യും, ഇത് എന്താ പറയണ റിക്വസ്റ്റ് കൊടുക്കില്ല, അത് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിൽ സിസ്റ്റം 32 നമ്മളൊരു സാധനം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പവർ ഷെല്ലിനെ അഡ്മിനിസ്ട്രേഷൻ പ്രിവിലേജിൽ റൺ ചെയ്താൽ മാത്രമേ നടപ്പിലാവത്തുള്ളൂ. ഇത് അഡ്മിനിസ്ട്രേഷൻ പ്രിവിലേജോട് കൂടിയ വിൻഡോസ് പവർ ഷെൽ ISC ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പം സിസ്റ്റം 32 അതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫയലാണ് നമുക്ക് വേണ്ടുന്ന നോട്ട്പാഡ് ബൂട്ട് py. ഇപ്പോൾ ഓൾറെഡി ആ ഫയൽ ഇതിൽ കാണും. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു കമാൻഡാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിനകത്തോട്ടൊരു ഫയൽ, ഇതിപ്പോൾ നോർമൽ പവർ ഷെല്ലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുക്കില്ല. കാരണം ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഒലാമയുടെ ബൂട്ട് py നമ്മൾ ക്രിയേറ്റ് വെച്ചിരുന്ന ബൂട്ട് py നമ്മൾ ടെലഗ്രാമിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നമ്മുടെ ടോക്കൺ, അതായത് ടെലഗ്രാമിൻ്റെ ആക്സസ് ടോക്കൺ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടല്ല LLM മോഡൽ ഏതാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യണം. സ്പേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇത് പൈത്തൺ കോഡാണ്. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇതിനകത്തൊരു സ്പേസോ റോങ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഈ കോഡ് ഫുൾ ഏപ്പറാവും. ഇതൊരു പൈത്തൺ കോഡാണ്. അപ്പോൾ അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യണം. ഈ പോർഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. അപ്പം ഞാനിത് പബ്ലിക്കായിട്ട് ഇപ്പം കാണിക്കാത്തത് വേറെ ഒന്നുമല്ല. ഇത് എന്താ പറയണത്, ഇതിപ്പം സെലക്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, Ctrl V കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കണ ആ കോഡ് അതിൽ പേസ്റ്റ് ആവും. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്യാവും. അതായത് നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. എന്നിട്ട് Ctrl V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സ്പേസോ അഡീഷണൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് എററാവും. ഭയങ്കര സെൻസിറ്റീവാണ് ഇങ്ങനെയുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സ്പേസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്താണോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അത് അതുപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഓൾറെഡി അത് സേവ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത് പബ്ലിക്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അത് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം അത് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിനെ വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അത് ആക്സസ് ടോക്കണാണ്. അപ്പോൾ അതുകൊണ്ട് അത് അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ നമ്മൾ വേറെ ഒന്നുമില്ല, ടോക്കൺ അതിൽ പേസ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. നമ്മുടെ മോഡൽ ഓൾറെഡി ഉണ്ട്. API ജനറേഷനുള്ളത് നമ്മൾ അതിൻ്റെ ലിങ്ക് URL ഓൾറെഡി അതിനകത്തുണ്ട്.
അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിലവിൽ ഒലാമയുടെ എന്താ പറയണ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സ് അതാണ്, API കീ ജനറേഷൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ 2 കാര്യം മാത്രം നോക്കിയാൽ മതി. ഒന്ന് ടോക്കൺ, ആക്സസ് ടോക്കൺ. 2 എന്താണ് മോഡൽ. അത് മാത്രം എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ആ സ്ക്രിപ്റ്റ് സേവ് ചെയ്യുക, എന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ പ്രിവിലേജ് ഉള്ള പവർ ഷെല്ലിന് എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം പവർ ഷെല്ല് റൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ആക്സസ് ടോക്കൺ എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. കാരണം ഇതിപ്പം ഇതിലെങ്ങനെ റൺ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പം എന്താണ് നമ്മൾ ഓൾറെഡി എന്താ പറയണ bot.py എന്ന് പറയണ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി System32 പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി അത് റൺ ചെയ്യാണ്. അപ്പോൾ അത് റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒലാമയെ സെറ്റാക്കി വെക്കണം. കാരണം ഇത് ഒലാമ ഇല്ലാതെ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഈ സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ഒലാമ റൺ ചെയ്യണം. ഒലാമ ലിസ്റ്റ് എടുക്കുക. ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ മോഡൽ മാത്രമേ നമ്മൾ ഇനി റൺ ചെയ്യാവൂ. കാരണം നമ്മുടെ ബൂട്ട് PYക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ മോഡലാണ്. അപ്പോൾ അവിടെ വേറെ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിക്വസ്റ്റ് ഫെയിലിയർ ആവും. അത് ഈ ബോട്ട് വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുത്തെ ഇത്രയും സെറ്റപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മളെന്താണ് ഒലാമ ലോക്കലി റൺ ചെയ്തു. ഇനി നമുക്ക് ബോട്ട് റൺ ചെയ്യാം. ഓക്കെ, ബോട്ട് റണ്ണായി. അതായത് ഈ ബോട്ട് PY എന്നുള്ള സ്ക്രിപ്റ്റ് റണ്ണായി. ഇപ്പം എന്താണ് ആ ടെലഗ്രാം നമ്മൾ API കീ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടെലഗ്രാമുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ എപ്പോഴൊരു റിക്വസ്റ്റ് വന്നാലും ഇത് ഏതിലോട്ട് ഒലാമയിലോട്ട് APIയിലോട്ട് ഇത് ഫോർവേഡ് ചെയ്യും. അതിൽ നിന്ന് റിക്വസ്റ്റ് റിസീവ് ചെയ്യും, ടെലഗ്രാമിലോട്ട് എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. അപ്പം ഇതിലൊരു എന്താ പറയണ ഇത് രണ്ടിനും ഇടയിലുള്ളൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റ്, ബോട്ട് പൈത്തൺ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് റൺ ചെയ്ത് നിന്നാൽ മാത്രമേ നമ്മുടെ ടെലഗ്രാമിൻ്റെ API ആയിട്ട് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ റണ്ണാണ്. ഒലാമ നമ്മൾ ഇത് റണ്ണാണ്. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫോണിൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ചെക്ക് ചെയ്യാം. കാരണം ഇതിലൊന്നും ഇനി വരില്ല. കാരണം ഇതിപ്പോൾ ഓൾറെഡി എല്ലാം അപ്പായിട്ടുണ്ട്. നമ്മുടെ സെർവർ സൈഡ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ബോട്ട് ക്രിയേറ്റ് ചെയ്യണതും അതിൽ ഈ ബോട്ട് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അത് കഴിഞ്ഞിട്ട് ബോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ API കീ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ലിങ്ക് അത് ഞാൻ എൻ്റെ GitHub പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഏറ്റവും താഴെ റീഡ്മിയിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ കഴിയും, ബോട്ട് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ കയറി നമ്മളിവിടെ ഉണ്ട് ക്രിയേറ്റ് ബോട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബോട്ടുകൾ അതിൽ കാണാൻ കഴിയും. ക്രിയേറ്റ് ബോട്ട് കൊടുക്കുക, അതിൽ ബോട്ട് നെയിം കൊടുക്കുക. നമ്മളിവിടെ കൊടുക്കുന്നത് കോട്ടക് എന്നാണ്. ഈ കൊടുക്കുന്ന ബോട്ട് നെയിം ആയിരിക്കും നമ്മുടെ ബോട്ടിൻ്റെ നെയിമായിട്ട് വരുന്നത്. ഇവിടെ അതിൻ്റെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം സെലക്ട് ചെയ്യുക. അത് യുണീക്കായിരിക്കും. നേരത്തെ നമുക്ക് ഉള്ള നെയിമുകൾ നമുക്ക് കിട്ടില്ല. അത് ഓരോരുത്തർക്ക് യുണീക്കായിട്ടുള്ള നെയിമായിരിക്കും. അതിൻ്റെ ലാസ്റ്റ് മസ്റ്റായിട്ട് ബോട്ടൊന്ന് വരികയും വേണം, അല്ലെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ ഇന്ത്യയും അവൈലബിൾ ആയിട്ടുണ്ട് AVR കോട്ടക് പോഡ്. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ആ കോപ്പി അത് കറക്റ്റായിട്ട് ചെയ്യുക. കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളത് ക്ലിപ്പ് ബോർഡിലോട്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ ആക്സസ് ടോക്കൺ കോപ്പി ആവും. നിങ്ങൾക്ക് ആ ബ്ലറായിട്ട് നിൽക്കുന്ന ആ പോർഷനാണ് ആക്സസ് ടോക്കൺ. അത് കോഡ് നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വേറൊരാൾക്ക് അയറ്റി കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിനെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വിസിബിൾ ചെയ്യാത്തത്. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആ കോൺഫിഗറേഷൻ ഫയലിനകത്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ നേരെ ഓക്കെ നമ്മൾ ബോട്ട് ക്രിയേറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഇതിൻ്റെ API ടോക്കൺ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ക്രിപ്റ്റിൽ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തു. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹായ് മെസ്സേജ് അതിലോട്ട് അയച്ചു. അപ്പോൾ നമുക്കിപ്പം ഓൾറെഡി നമ്മൾ മെസ്സേജ് അവിടെ സെൻഡ് കിട്ടിയിട്ട് അത് റെസ്പോണ്ട് ചെയ്തു. അതായത് ആ ബോട്ട് PY അത് നമ്മൾ ലോക്കൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒലാമയിലോട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന് റെസ്പോൺസ് എടുത്ത് നമുക്ക് API കീ വഴി ബോട്ടിലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം.